ജനസംഖ്യയുള്ള സൗദിയിൽ സ്വദേശികളുടെ തൊഴിലില്ലായ്മയുടെ നിരക്ക് 12.2%. തൊഴിൽ രഹിതരായി ജീവിക്കുന്നത് 6 ലക്ഷത്തിനടുത്ത് സൗദി പൗരന്മാർ. അതേസമയം സൗദിയിലുള്ള തൊഴിലാളികളിൽ 11 ലക്ഷം പേർ മലയാളികളാണ്. അതിൽ തന്നെ 5 ലക്ഷം പേർ മലപ്പുറത്ത് നിന്ന് മാത്രമുള്ളവർ. സ്വദേശിവൽക്കരണം എന്ന അനിവാര്യതയിലേക്ക് മാറാതെ സൗദി ഭരണകൂടത്തിന് മറ്റു വഴികളില്ലാതാകുമ്പോൾ വാതിലടയുന്നത് ഇക്കാലം അത്രയും ഗൾഫ് പണം കൊണ്ട് പിടിച്ചു നിന്ന നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് മുന്നിലാണോ? 5.5 പതിറ്റാണ്ട് കാലം പഴക്കമുള്ള സൗദിയിലേക്കുള്ള മലയാളി പ്രവാസി കാലം അവസാനിക്കുമോ? നിതാഖത്ത് നിയമവും സ്പോൺസർഷിപ്പ് വ്യവസ്ഥകളും കർശനമാക്കുമ്പോൾ തിരിച്ചു വരാൻ നിർബന്ധിതരാകുന്ന പ്രവാസികൾക്കായി അവരുടെ പുനരധിവാസത്തിനായി ഗൗരവത്തിൽ ചിന്തിക്കാൻ നമ്മുടെ ഭരണകൂടം മെനക്കെടുന്നുണ്ടോ? ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇത്തവണ ഈ വിഷയം അന്വേഷിക്കുന്നു നമ്മൾ കാണാതെ പോകുന്ന പ്രവാസിയുടെ പ്രശ്നങ്ങൾ. നമുക്കൊപ്പം ചേരുന്നു പ്ലാനിംഗ് ബോർഡ് അംഗം ജി വിജയരാഘവൻ. ജിദ്ദയിൽ മാധ്യമപ്രവർത്തനം നിർവഹിച്ചിട്ടുള്ള ഇപ്പോൾ മലയാള ന്യൂസിന്റെ മലപ്പുറം ചീഫ് കൂടിയായ VM സുബൈർ, മലയാളി പ്രവാസി വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വെള്ളായണി ശ്രീകുമാർ. അതോടൊപ്പം നിതാഖത്ത് നിയമം കർശനമാക്കിയതിനു ശേഷം കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടതായ സാഹചര്യം ഉണ്ടായ 2 പേർ കൂടി, മുഹമ്മദ് ഹനീഫും ആലപ്പുഴയിൽ നിന്ന് ഇബ്രാഹിം, തിരുവല്ലം സ്വദേശി മധു. അതോടൊപ്പം പ്രവാസിയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആ വിഷയങ്ങൾ അറിയുന്ന ഒരുപാട് പേരും ഇന്ന് നമുക്കൊപ്പം പങ്കെടുക്കുന്നു. അത്രയ്ക്ക് ഒരു വലിയ പ്രശ്നത്തിലാണോ സൗദിയിലെ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അവിടെ? 95 സൗദി പോയ ആളാണ്. അന്ന് മുതൽ തന്നെ ഈ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മറ്റ് രാജ്യക്കാരൊക്കെ, അത് നമ്മുടെ ഫിലിപ്പൈനുകൾ അതുപോലെ വേറെ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ഈ ശരിയായ വിസയിൽ വന്നിട്ട് പറയുന്ന സ്പോൺസറുടെ കീഴിൽ പറയുന്ന സാലറിയിൽ പറയുന്ന നിബന്ധനകളനുസരിച്ച് ഓവർ ടൈമൊക്കെ കറക്റ്റായിട്ട് ജോലി ചെയ്ത് വരുന്നൊരു സിസ്റ്റമാണ്. ഈ അവിടുത്തെ പാസ്പോർട്ട് വിഭാഗം, അതായത് ജവാസാത്ത് ചെക്കിങ് നടക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലുള്ള ആൾക്കാരും ഏകദേശം ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് ജോലി ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ഈ മലയാളികൾ ഫ്രീ വിസ എന്ന പേരിൽ അവിടെ പോയിട്ട് പറയുന്ന സ്പോൺസറുടെ കീഴിലല്ലാതെ മറ്റ് ജോലികളൊക്കെ ചെയ്തിട്ട് ആണ് കൂടുതലും മലയാളികൾ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ചു വരേണ്ടതായി നിങ്ങൾക്ക് വന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ പ്രധാനമായിട്ടും ഈ സ്പോൺസറുടെ ചൂഷണം, അതായത് വിസ റിന്യൂ ചെയ്യുമ്പോൾ, ഇക്കാമ റിന്യൂ ചെയ്യുമ്പോൾ പിന്നെ 2 വർഷത്തിലൊരിക്കൽ 2000 സൗദി റിയാൽ കൊടുത്തിരുന്നു. അപ്പോൾ അത് അയാൾ കൂട്ടി 3000, 4000 അങ്ങനെയൊക്കെ ആക്കി. പിന്നെ കിട്ടുന്ന സാലറിയൊക്കെ സ്പോൺസർ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. പിന്നെ അയാൾക്ക് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ പൈസ കൊടുക്കണം. നിതാഖത്തിന്റെ പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ടോ? നിങ്ങൾ വരുന്ന സമയത്ത് അത്തരം പരിശോധന നടക്കുന്നുണ്ടോ? സൗദിയിലെ യമൻ്റെ ബോർഡർ ജിസാൻ എന്ന് പറയുന്നൊരു പ്രവിശ്യയുണ്ട്, ജിസാൻ സ്റ്റേറ്റ്. അതിലാണ് ജോലി ചെയ്യുന്നത്. ജിദ്ദ അറിയാതെ അതുപോലുള്ള കർശന പരിശോധനകൾ ജിസാനിൽ ഇല്ലെങ്കിലും പരിശോധനകൾ കർശനമാണ്. നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, ജോലിക്ക് ഷോപ്പിൽ പോകാതെ നമ്മൾ റൂമിൽ ഇരിക്കേണ്ട ഒരവസ്ഥ അവിടെയുണ്ട്. ശ്രീ ഇബ്രാഹിം, എന്തുകൊണ്ടാണ് താങ്കൾക്ക് തിരിച്ചു വരേണ്ടതായി വന്നത്? ഞാൻ 6 വർഷം കൊണ്ട് പൊൻസിപ്പിടെ കടയില. അപ്പം ഞാൻ എൻ്റെ കൂടെ ഒരു ബംഗാളി, ഒരു പാകിസ്ഥാനി. അപ്പം ഈ ചുവപ്പ് പച്ച റീഡ് എന്ന 3 മാസത്തിലാക്കിയ ചുവപ്പിൽപ്പെട്ട. അപ്പോൾ അങ്ങനെ വീണ്ടും വിസ റിന്യൂ ചെയ്തില്ല. അങ്ങനെ സ്പോൺസർ എക്സിറ്റ് അടിച്ചു. എന്നാണ് തിരിച്ചു വന്നത്? ഞാൻ കഴിഞ്ഞ ഈ 2 ദിവസമാണ്, ബുധനാഴ്ച വൈകിട്ട് വന്നു. ആണ് നിതാഖത്തിന്റെ പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് മലയാളികൾ അതിനെ ഫേസ് ചെയ്യുന്നത്? അകത്ത് നിങ്ങൾക്ക് പലപ്പോഴും ഉള്ളിൽ ഒളിച്ചിരിക്കേണ്ടതായ? അതെ, അകത്ത് അത് പുറത്ത് പോകാതെ ഇതുവരെ ഇപ്പോൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആരും പുറത്ത് പണിക്ക് പോയിട്ടില്ല. പുറത്ത് പോയാൽ ജവാസാത്ത് ചെക്കിംഗ് ഉണ്ട്. ചെക്കിങ് പിടിച്ചു കഴിഞ്ഞാൽ അവർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഫോണിന് സ്പോൺസർ വന്നാലൊന്നും രക്ഷയില്ല. പിന്നെ അവരെ കയ്യിലായി. അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ മലയാളികൾ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ദമാമിൽ നിന്നൊക്കെ ഒരു 10,000-15,000 ആൾക്കാരോളം അങ്ങനെ അകപ്പെട്ടെന്ന പിടിയിൽപ്പെട്ടെന്ന്. 10,000-ഓളം മലയാളികളെ അങ്ങനെ പോലീസ് വിളിച്ചു പല ഭാഗത്തായി സൗദി അറേബ്യയിൽ. എന്നിട്ട് അവരെ പുറത്ത് വിട്ടിട്ടുണ്ടോ ഇതുവരെ? പുറത്ത് വിട്ടിട്ടില്ല. അതായത് ഈ അവർ പല സെഷൻലെസ് ജയിലുകളിലുണ്ട്.
ആണ്. അപ്പോൾ ഈ കാര്യത്തിൽ എംബസിയുടെ ഭാഗത്ത് എംബസിയുടെ ഭാഗത്ത് മേഡം എംബസിയുടെ ഭാഗത്തും ഒരു നീതിയും കിട്ടത്തില്ല. ഈ നിതാഖത്ത് നിയമം വഴി ആരും തിരിച്ചു വരേണ്ടി വന്നിട്ടില്ല എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. അതായത് ഫ്രീ വിസയിൽ പോയ അപ്പം ഇത്രയും പേര് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട്, അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. ഈ വിവരം ഇന്ത്യൻ ഭരണകൂടത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അറിയില്ലേ? എല്ലാവർക്കും അറിയാം. പക്ഷെ അവർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ തുനിയുന്നില്ല. അവർ ഈ ടി വിയിലും പത്രത്തിലും കൂടെയുള്ള കാര്യങ്ങളെ അവർ ചെയ്യുന്നു. കൂടുതൽ സാധാരണക്കാരായ ആൾക്കാർക്കാണോ ഇത്ര ഒളിച്ചു താമസിക്കുന്ന സിറ്റുവേഷൻ? എങ്ങനെയാണ് പരിശോധന? അവർ രാവിലെ ഈ ജോലി സ്ഥലത്ത് നമ്മുടെ ഫ്രീ വിസ എന്ന് പറയുന്ന ആൾക്കാർ എവിടെങ്കിലും ഒതുങ്ങി ഇവിടെ നിന്നിട്ട് പണി അന്വേഷിച്ച് നിൽക്കും. അങ്ങനെ ഇവർ 3-4 ബാനുമായിട്ട് വന്നിട്ട് അവരെ പിടിച്ച് ഇക്കാമ എന്ന് നോക്കിയിട്ട് ഇക്കാമ അവിടെ വെച്ച് കട്ട് ചെയ്യുന്ന സന്ദർഭം വരെ ഉണ്ട്. കത്രിക എടുത്ത് ഇക്കാമ 2ആയിട്ട് കട്ട് ചെയ്തു. നിങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? എന്നാൽ അത് അങ്ങനെ ഒരു നിയമമില്ല. അതായത് ഞാൻ കമ്പനിയല്ല, ഹൗസ് ഡ്രൈവർ വിസയിൽ ഫോൺഷിപ്പിയുടെ കടയിലായിരുന്നു, ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അങ്ങനെ ഫോൺസ്റ്ററുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഈ കടയിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത് കുടുംബത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഒരുപാട് ബാധിച്ചു സാറേ. ഈ നിതാഖത്തിൻ്റെ പ്രശ്നം തുടങ്ങിയ ശേഷമാണ് തിരിച്ചു വന്നത്? ഞാൻ വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഇപ്പം നാട്ടിൽ വന്നിട്ട് 95-ലാണ് ഞാൻ ഫസ്റ്റിൽ പോകുന്നത്. അപ്പോൾ സൗദിക്ക് ഇപ്പം 120 ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ 10 ആൾക്കാർ വെച്ച് ഒരു സൗദി നിൽക്കണം എന്നുള്ള നിയമം വന്നപ്പോൾ സൗദി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇക്കാമ തീർന്നതനുസരിച്ച് എക്സിറ്റ് അടിച്ച് വിട്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ 54 വരെ എക്സിറ്റ് അടിച്ച് വിട്ടു. ഇൻസ്പെക്ഷൻ ഇന്റലിജൻസ് എന്നുള്ള പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പരിശോധന നടക്കുന്ന സമയത്ത് എന്താണ് മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുക? മലയാളികൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് വിസ എന്ന് പറഞ്ഞാൽ ഹൗസ് ഡ്രൈവർ വിസയാണ്. അത് ഓരോ സൗദിയുടെ ഭാര്യയുടെ പേരിനും മക്കളുടെ പേരിനെല്ലാം ഹൗസ് ഡ്രൈവർ വിസ എടുത്തിട്ട് അതൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് ഇവർ കൊടുക്കുമായിരുന്നു വിസ പുറത്ത്. എന്താണ് പ്രവാസിയുടെ പ്രശ്നം? ഇപ്പോഴും നിതാഖത്ത് എന്നുള്ള പ്രശ്നം അതനുസരിച്ച് ആൾക്കാർ തിരിച്ചു വിടുന്നില്ല, ആ പ്രശ്നം ആശങ്കയ്ക്ക് വകയില്ല എന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിപ്പോൾ കേൾക്കുന്ന പോലെ ഒരു 10,000-ഓളം മലയാളികൾ പോലീസ് സ്റ്റേഷനിൽ ആണ് എന്ന് അവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ച വന്ന ഒരു മലയാളി പറയുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇതൊരു എൻമാസായിട്ടുള്ള ഒരു തിരിച്ചുവരവ് ഇതിനകത്തുണ്ടാവില്ല. കാരണം ഈ പുതിയ കാറ്റഗറി കൊണ്ടുവരുമ്പോൾ, ഈ റെഡ് ഗ്രീൻ ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ റെഡിൽ പെടുന്ന ആളുകൾ അവരുടെ ഇക്കാമയുടെ കാലാവധി കഴിയുമ്പോൾ അത് പുതുക്കുന്ന സമയത്ത് മാത്രമാണ് അവർ തിരിച്ചു വരുന്നത്. അതിനു മുമ്പ് പോലീസ് പിടിച്ചിട്ട്, കാരണം വാലിഡായിരിക്കും, അതുവരെ ഇക്കാമ വാലിഡായിരിക്കും. അപ്പോൾ എല്ലാ ആളുകളുടെയും ഇക്കാമ കാലാവധി തീരുന്നത് ഒരേ സമയത്തായിക്കൊള്ളണമെന്നില്ല. ഈ 1 വർഷത്തിനകത്തായിരിക്കും ഈ ഒരു ഇത് വരുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തിരിച്ചു വന്ന ആളുകൾ മിക്കവാറും 1 മാസത്തിനകോ 2 മാസത്തിനകോ വേറെ വിസയിൽ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച പോലെ പ്രവാസത്തിൻ്റെ ഒരു അവസാനമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. കാരണം ഗൾഫ് നാടുകളിൽ എണ്ണയും സമ്പത്തും ഉള്ളിടത്തോളം കാലം മലയാളി ഗൾഫിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഒരു 60 വർഷം മുമ്പ് ഒരുപക്ഷെ സൗദിയിൽ തൊഴിലില്ലായ്മ ഈ 12.2% ഇത്രയും പേര് തൊഴിൽരഹിതരായിട്ട് സ്വദേശികൾ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റൊരു വിഷയം, ഒരു അറബ് അല്ലെങ്കിൽ മുലപ്പൂ വിപ്ലവം പോലത്തെ അത്തരം ഒരു കാറ്റ് അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷേ ആ സാഹചര്യം എല്ലാം മാറിയില്ലേ? സത്യത്തിൽ എക്സസ് ഓഫ് ഫോറിനേഴ്സ് തന്നെയാണ് അവരുടെ പ്രശ്നം. മലയാളികൾ എന്തുകൊണ്ട് സൗദിയിൽ പ്രത്യേകിച്ചും അധികമായി എന്നുള്ളത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ റിക്രൂട്ടിംഗ് പാറ്റേണിൻ്റെ പ്രശ്നം തന്നെയാണ്. വിസ കച്ചവടം എന്നുള്ള ഒരു സംഭവം സത്യത്തിൽ മലയാളി ഉണ്ടാക്കിയതാണ്. വിസ കച്ചവടമാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നതാണോ ഈ പ്രവാസി വകുപ്പിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഭരണകൂടത്തിന് പറ്റിയ പാളിച്ച? ഇല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണേണ്ടതില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസീവ് റിട്രെഞ്ച്മെൻറ്റോ ഇൻഫ്ലോ വരാൻ പോകുന്നില്ല. ഒന്ന്, അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ ദുബായിൽ നിന്നും ആൾക്കാർ അവിടുത്തെ റിസഷൻ കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ തിരികെ വരുമെന്ന് പറഞ്ഞിട്ട് ഒരു ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അന്നത്തെ അവിടുത്തെ റിസഷനെ ബേസ് ചെയ്യാൻ ഈ ഇപ്പോഴത്തെ ഇഷ്യൂവിലൊരു വലിയൊരു പ്രശ്നം, പ്രത്യേകിച്ച് മീഡിയ വളരെ കെയർഫുൾ ആകേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു കാരണവശാലും സൗദി ഭരണകൂടത്തിനെതിരായിട്ട് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, രണ്ടാമത് അവർ പറയുന്ന കാര്യം വളരെ ഒരു ചെറിയ കാര്യമാണ്. ഒരു 10 പേർക്ക് ജോലി ഉള്ളപ്പോൾ ഒരു സൗദിക്ക് ജോലി കൊടുക്കേണ്ട നമ്മളിങ്ങനെ പറയുന്നത്, ഒരു സൗദിക്ക് ജോലി. രണ്ടാമത് അവരിതിൻ്റെ അകത്ത് തെറ്റായിട്ടുള്ള പ്രാക്ടീസുകൾ നിർത്തണമെന്നുള്ളതാണ്. അത് നിർത്തേണ്ട നമ്മുടെയും കൂടെ ആവശ്യമാണ്. കാരണം നമ്മുടെ ആൾക്കാർ തന്നെ ചൂഷണം ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ
പ്രവണതകൾ അത്രയും വരുത്തിയത് ഒരു കൂട്ടം മലയാളികൾ തന്നെ ആയിരിക്കണം. കാരണം വിസ ഇതും ഈ ചെറിയ ആൾക്കാർ മാത്രമല്ല, വലിയ കോടീശ്വരമായിട്ടിരിക്കുന്ന ആൾക്കാർ വരെ വിസ കച്ചവടത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ പലരും ഉണ്ട്. അതെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഗവൺമെൻറ് എന്ത് ചെയ്തു, എന്തുകൊണ്ട് ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല? ഒരു ഇല്ലീഗലായിട്ടുള്ളൊരു കാര്യം ഇവിടെയല്ല, എവിടെ നടന്നാലും അവരത് ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു കൺട്രി ടു കൺട്രി ഇഷ്യൂ അല്ല, ഇറ്റ്സ് ഇൻറ്റേർണൽ ടു ദ കൺട്രി. അപ്പോൾ ഇതിലെന്തെങ്കിലും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഡൽഹിയിൽ നിന്നും നമ്മുടെ ഡിപ്ലോമാറ്റിക് മാർഗങ്ങളിലൂടെ പോകണം. ഒരു കാര്യം കൂടെ ഉള്ളത്, ഡിപ്ലോമാറ്റിക് മാർഗങ്ങളിൽ കൂടെ നടക്കുന്ന 90% കാര്യങ്ങളും മീഡിയ അറിയില്ല, മീഡിയയോട് അവർ പറയില്ല. കാരണം ഇതിൽ പലതും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയോ ആ ലെവലിലുള്ള ആരെങ്കിലും അവിടുത്തെ രാജാവിനോട് ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് അവരൊരു നിങ്ങളിങ്ങനെ ഇത് ചെയ്യണം, ഇത്ര ദിവസത്തേക്ക് നിങ്ങൾ റെയ്ഡ് നടത്തേണ്ട എന്നുള്ള രീതിയിലല്ലായിരിക്കും പറയുന്നത്. അവർ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയും, ഇന്ന കാര്യം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട്, നിങ്ങൾക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്നലത്തെ വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റിയാദിലോ ജദ്ദയിലേക്ക് 2 മാസത്തേക്ക് ഇനി ഇൻസ്പെക്ഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, അവിടെ 3 കോടി സൗദിക്കാർ, ഏകദേശം 80 ലക്ഷം വിദേശികളുണ്ട്. അതിൽ 6 ലക്ഷം സൗദിക്കാർക്കാണ് ഇന്ന് ജോലിയില്ല എന്ന് പറയുന്നത്. 80 ലക്ഷം വിദേശികൾ. അതിൽ നേരത്തെ തിരികെ സൗദിയിൽ നിന്ന് ആ സുഹൃത്ത് പറഞ്ഞ പോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് വലിയ പേടിയില്ല, കാരണം അവരെല്ലാം നിയമപരമായിട്ടാണ് അവിടെ ഉള്ളത്. നമ്മുടെ നിയമപരമല്ലാതെ പോയ ആൾക്കാർക്കാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. നയതന്ത്രപരമായിട്ട് എത്രത്തോളം ഇടപെടാൻ ഇന്ത്യക്ക് കഴിയും? ഇതിൻ്റെ നടക്കാൻ പറ്റുന്നത് കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആക്കുക. രണ്ടാമത് അവിടെ നിന്ന് വരുന്നവർക്ക് അവർക്ക് അവിടെ പോകുമ്പോൾ അവർക്ക് തിരികെ പോകാതിരിക്കത്തക്കണം മറ്റേ എക്സിറ്റ് അടിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ എക്സിറ്റ് അടിക്കുക. അതുപോലെ തന്നെ അവിടെ നിന്ന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ തിരികെ വരുമ്പോൾ അവരുടെ ഫെയർ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുക. ഇവിടെ അവർ വന്നു കഴിഞ്ഞാൽ അവരെ വീടുകളിലെത്തിക്കാനുള്ള ഒരു സൗകര്യം വരുത്തുക. അവർക്ക് വേറെ എന്തെങ്കിലും പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് വർക്കൗട്ട് ചെയ്യുക. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിപ്ലോമാറ്റിക് ചാനൽസ് ആർ ഓൾവേസ് ഓപ്പൺ. സൗദി നമ്മളൊക്കെ അറിയുന്നതനുസരിച്ച് സൗദി രാജാവും നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടൊരു പേഴ്സണൽ ബന്ധമുണ്ട്. അവർ സംസാരിച്ചിട്ടില്ല നമുക്ക് പറയാനൊക്കില്ല. അവർ സംസാരിച്ചാൽ അവർ മാധ്യമങ്ങളെ അറിയിക്കില്ല. കാരണം മാധ്യമങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ ഒരു സെൻസേഷണൽ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ അവർ മാധ്യമങ്ങളെ അറിയിക്കില്ല. ഈ എക്സാമ്പിളിൽ നമ്മൾ ഇവരുടെ 3 പേരുടെയും കേസ് നോക്കാം. ഇദ്ദേഹത്തിൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ നിയമം വരുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷനായിട്ട് അവർ ചെയ്ത കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇവരുടെ ഒരു റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അതായത് പ്രത്യേകിച്ചും എനിക്ക് പ്രവാസികളോടൊക്കെ വളരെ ബഹുമാനം, ഞാനും ഒരു കാലത്ത് പ്രവാസി ആയിരുന്നാണ്. പക്ഷേ ഇവിടെ തിരികെ നാട്ടിൽ വരുമ്പോൾ നാട്ടിലുള്ള സ്കീംസ് അവർക്ക് കുറച്ച് ഫേവർ ചെയ്യാം. പക്ഷേ അല്ലാതെ ഒരു ലെവലിനപ്പുറം ചെയ്യാനൊക്കില്ല. കാരണം ഇവിടെയുമുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ, ജോലിയില്ലാത്ത ആൾക്കാർ. അപ്പോൾ അവരവിടെ പോയി, അപ്പോൾ ഇവിടുന്ന് പോയി പറ്റിക്കപ്പെട്ട ആൾക്കാർ, നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഇതൊന്നുമല്ല. ശരിക്കും ചെയ്യേണ്ട ആരൊക്കെയാണോ പറ്റിക്കപ്പെട്ട അവരെ ആരാ പറ്റിച്ചെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ പറ്റിക്കപ്പെട്ടവർ പരാതി കൊടുക്കണം. ആ പരാതി കൊടുത്തിട്ട് എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഇന്നാരൊക്കെ എന്നെ പറ്റിച്ചു, അവരിന്ന കാര്യങ്ങൾ ചെയ്തു, ആ രീതിയിൽ നമ്മൾ ആക്ഷൻ എടുക്കാൻ വേണം ഗവൺമെൻറ്. പക്ഷേ ഇതിൽ പറ്റുന്ന പ്രശ്നം എന്താ പറയുക, ഇതിലൊക്കെ ചെയ്തു വരുമ്പോൾ ആരെങ്കിലും ഒരു ബന്ധു വരും. അപ്പോൾ ബന്ധു എന്ന് പറയുമ്പോൾ ഈ പോയ 5-6 പേരിൽ ഒരാൾ, അല്ലെങ്കിൽ ഇത് അറേഞ്ച് ചെയ്ത ഒരാളുടെ അമ്മാവനായിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ ബ്രദറായിരിക്കും. അപ്പോൾ നീ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ശരിയാക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും നിയമപരമല്ലാത്ത കാര്യങ്ങൾ നടത്തുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള തെളിവുകൾ കിട്ടാതെ വരുന്നു. ഇവർ പറഞ്ഞെന്ന് ഇപ്പം എംബസിയുടെ പ്രത്യേക ഓഫീസ് തുറന്നെന്ന് പറഞ്ഞത്, അതൊന്നും തുറന്നിട്ടില്ല, അത് വെറുതെയാണ് പറയണത്. ഇത് പ്രവാസികളുടെ ഇത്രയും വലിയ പ്രശ്നം, അതായത് നമുക്കിതിന് പ്രൂഫില്ല. 10,000-ഓളം പേർ പോലീസ് സ്റ്റേഷനിൽ കൂടിയും കിടക്കുകയാണെന്ന് ഇബ്രാഹിം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ നമുക്ക് തരമുള്ളൂ. ഇത്തരം ചില സ്ഥിതികൾ വരുമ്പോൾ എന്ത് ഇന്ത്യൻ എംബസി ചെയ്യുന്നു എന്ന് ഈ 2 ദിവസം മുമ്പ് കേരളത്തിൽ തിരിച്ചെത്തിയ ഒരു മലയാളി ചോദിക്കുന്നു. ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് അവകാശപ്പെടുന്നത് വെള്ളത്തിൽ വരച്ച വര പോലെയാവുകയാണ്. ഇന്ത്യൻ എംബസി ഒന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയില്ല. ഇന്ത്യൻ എംബസി നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാം. കാരണം എൻ്റെ ഒരു ഇതിൽ ഞാൻ എന്നാ പറയുന്നത്, എൻ്റെ ഒരു അറിവിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അംബാസഡറും മറ്റാൾക്കാരും അവിടെയുള്ള പലരും ഇവിടെയുള്ള പലരും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ. നമ്മുടെ മലയാളി സോഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, അവർ കുറേ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുമൊക്കെയായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോഴത്തേക്ക് കിട്ടുന്ന ഫീലിംഗ്,
ചിലപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞത് ഞാൻ ശരിയല്ല ഞാൻ പറയുന്നില്ല, പക്ഷേ അവർ പറയുന്നത് ഇപ്പോൾ ആദ്യത്തെ ദിവസം ഇതുപോലൊരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞു അവിടുത്തെ നമ്മുടെ ഡിപ്പോർട്ടേഷൻ സെൻറ്റേഴ്സ് നിറഞ്ഞ് കവിയുന്നു. പക്ഷെ നിറഞ്ഞ് കവിഞ്ഞ ഒരു ഡിപ്പോർട്ടേഷൻ സെൻറ്ററിനെ പറ്റി ആരും എവിടെയാണെന്ന് ചോദിച്ചാൽ ആരും പറയുന്നില്ല. ഓക്കെ, ആയിരക്കണക്കിന് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് അവരെവിടെ കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത് മാസങ്ങളോടെ വെക്കില്ല, അവർ ഉടനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിർത്തണം, അവർക്ക് ചിലവാണ്. സാറ് ദമാമി ജയിലിലുണ്ട്. ദമാമി ജയിലിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ സാർ ന്യൂസ് കണ്ടുമില്ല. അതായത് 120 പേര് കിടക്കാവുന്ന ജയിലിൽ 1500 പേരുണ്ട്. അവർക്ക് മാനസിക അസുഖങ്ങൾ പിടിച്ചിരിക്കുക. പണ്ടേ നമ്മുടെ പല നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ഏത് രാജ്യത്ത് പോകുന്നോ ആ രാജ്യത്തെ നിയമങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയും. അവിടുത്തെ നിയമം അവിടെ തന്നെ നിലനിൽക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച് കഷ്ടപ്പെട്ട് വരുന്ന ഈ പ്രവാസികളായ ഈ മലയാളികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്.